അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനും ചിലത് ചർച്ചകൾ ചെയ്യാനുമാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് 100 കോടി ജനങ്ങൾ, 100 കോടിക്ക് മുകളിൽ ജനങ്ങൾ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. ഈ ഇന്ത്യ എന്ന പോപ്പുലേഷൻ നിറഞ്ഞ ഈ ജനങ്ങളിൽ 40% ആളുകളും വിദേശത്താണ് ജോലി ചെയ്യുന്നത്. 40% ആൾക്കാരും. ഈ 40% ആൾക്കാരിലും ഒരു 30% ജനങ്ങൾ GCC കൺട്രിയെ ആശ്രയിച്ചിട്ടാണ് അവർ നിൽക്കുന്നതും അവർ ജോലി ചെയ്യുന്നതും. എസ്പെഷ്യലി ഞാൻ കുവൈത്തിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ വരുമാനവും സാമ്പത്തിക ഘടനയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരുപാട് പങ്കാണ് നമ്മുടെ ഈ GCC കൺട്രിയും പല വിദേശ നാടുകളും വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ ഈ GCC കൺട്രികളിലും പല വിദേശ നാടുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ ദാരുണമായ ഒരു 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 പ്രോബ്ലങ്ങളിലേക്കാണ് ഇതെല്ലാം നമ്മുടെ രാജ്യത്തിനെ കൊണ്ട് നയിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും വികസനവും എല്ലാം സത്യത്തിൽ അത് ഉണ്ടായിരിക്കുന്നത് തന്നെ നമ്മുടെ ഈ വിദേശത്ത് നിന്നുള്ള പണവും അവിടെയുള്ള ബിസിനസ്സുകളും. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യം ഇങ്ങനെ നിലനിന്നു പോകുന്നത് തന്നെ. എസ്പെഷ്യലി 50%, 60% ഇന്ത്യയിലുള്ള വരുമാനം അത് നമ്മുടെ വിദേശത്ത് നിന്നാണ് വരുന്നത്. ഈ വിദേശത്ത് നിന്ന് വരുന്ന ഈ സാമ്പത്തിക ഘടന, ഈ സാമ്പത്തികം അത് നിലച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അത് നമുക്ക് ഓർക്കാൻ കഴിയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. പണ്ടത്തെ ഒരു മേഖലയിലേക്ക് പോകും. കാളവണ്ടി ഓടിക്കാൻ പെട്രോളില്ലെങ്കിൽ പിന്നെ എങ്ങനെ വാഹനങ്ങൾ ഓടിക്കും? വാഹനങ്ങൾ ഓടിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് പ്രോബ്ലങ്ങൾ. ഗ്യാസ് ഇല്ലെങ്കിൽ പ്രോബ്ലം. പിന്നെ നമ്മൾ വിറക് കത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളും പ്രോബ്ലങ്ങളുമാണ് ഇനി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വരാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് നമുക്കെല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മളെ GCC കൺട്രീസിനും മറ്റുള്ള രാജ്യങ്ങൾക്കും അവിടെയുള്ള പ്രവാസികൾക്കും അവരുണ്ടെങ്കിലേ നമ്മുടെ ഈ ഇന്ത്യ രാജ്യം എപ്പോഴും മുന്നോട്ട് പോവുകയുള്ളൂ. സത്യത്തിൽ മുതലാളിത്ത മേധാവിമാർ അവരുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഈ യുദ്ധങ്ങളും സാമ്പത്തിക ഘടനയിലും വരുത്തുന്ന ഈ മാറ്റങ്ങളും അവർ ഈ ചെയ്യുന്നതിൻ്റെ പങ്ക് അവസാനം അവർക്ക് തന്നെ കിട്ടും എന്നുള്ളൊരു ചിന്ത അവർക്കില്ല. അവർ ചെയ്യുന്നതിൻ്റെ ഫലം നമ്മൾ പാവപ്പെട്ട മനുഷ്യരാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പം തന്നെ നമ്മൾ പലതും ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. ഈ മുതലാളിത്ത മേധാവികൾ ഇങ്ങനെ ചെയ്യുന്ന ഓരോ കോപ്രായത്തരങ്ങൾക്കും അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ സാധാരണക്കാരാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി എന്താ പറയുക, യുദ്ധം നടക്കുന്നു. അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ രാജ്യങ്ങളിലും, ഗ്യാസ് ഇല്ലായ്മ, പെട്രോൾ ഇല്ലായ്മ, ഒരുപാട് കാര്യങ്ങൾ നമുക്കിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ അതെല്ലാം മുൻകൂട്ടി കരുതി നമ്മളും ഒരു തയ്യാറെടുപ്പ് നടത്തണം. ചില കൃഷികളായിട്ടും അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ നാട്ടിലും നമുക്ക് ഇനി എന്ത് എന്നുള്ള രീതിക്ക് നമ്മൾ അത് മുൻകൂട്ടി കണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്നാണ്. അപ്പം നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യം ഇനിയും നല്ല രീതിക്ക് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മുൻകൈയെടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മുടെ GCC കൺട്രീസിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ GCC കൺട്രിയും മറ്റു രാജ്യങ്ങളും ഉണ്ടായാലേ നമ്മുടെ രാജ്യം സാമ്പത്തിക ഘടനയിലും എല്ലാത്തിലും നിലനിന്ന് പോവുകയുള്ളൂ.
കൂടുതലും നമ്മുടെ നാടുകൾ സാമ്പത്തികമായിട്ടും നമ്മുടെ GCC കൺട്രിയിലുള്ള മണി, നമ്മുടെ കേരളം, എസ്പെഷ്യലി നമ്മളെ കേരളത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 60% ആളുകളും വരുമാനം ഇതൊരു റൊട്ടേറ്റിംഗ് ആണ്. ഗൾഫിലുള്ള മണി നിലച്ചു കഴിഞ്ഞാൽ നാട്ടിലുള്ള വികസനം അത് പറ്റേ തകരും. കാരണം ഈ രാഷ്ട്രീയക്കാർ എല്ലാം നിലനിന്ന് പോകുന്നത് തന്നെ ഈ ഗൾഫിലുള്ള മണി എസ്പെഷ്യലി നമ്മളിപ്പോൾ നാട്ടിലിപ്പോൾ ജോലി ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും, കൂലിപ്പണി ആട്ടെ, തേപ്പ് പണി ആട്ടെ, പെയിൻറ്റിങ് ആട്ടെ, അവരൊക്കെ ഈ ജോലി നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗൾഫുകാർ വീടുണ്ടാക്കണം. ഈ വീടുണ്ടാക്കുമ്പോൾ എന്താവും, നാട്ടിലുള്ള ആൾക്കാർക്ക് ജോലി കിട്ടും. അവർക്ക് കൂലിപ്പണിയായിട്ട് സിമെൻറ്റിൻ്റെ പണിയും മറ്റുള്ള പണികളും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്കും ജോലി കിട്ടും. അപ്പോൾ ഈ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താക്കണം, നമ്മുടെ ഗൾഫിലുള്ള മണി വരുമാനം അത് നാട്ടിലേക്ക് എത്തണ്ടേ. അത് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാലേ നാട്ടിലുള്ളവർക്കും പണി കിട്ടുള്ളൂ, പണി ഉണ്ടാവുള്ളൂ. ഇപ്പം ഇപ്പോൾ ഗൾഫ് മേഖല നശിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നാട്ടിലുള്ളവർക്കും പണി ഉണ്ടാവില്ല, ഗൾഫിലുള്ളവർക്കും പണി ഉണ്ടാവില്ല. അപ്പം എന്താവും, സാമ്പത്തികമായിട്ട് തകർച്ച, വീട് പണി നടക്കൂല, പിന്നെ മറ്റുള്ള വികസനങ്ങൾ, ഇതെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് നമ്മുടെ പ്രവാസി മണികളെ കൊണ്ടാണല്ലോ. ഒരുവിധം ഒരു 80% എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രവാസി സാലറിയും അവരുടെ വരുമാനവും അവരുടെ ബിസിനസ്സും കൊണ്ടാണ് നമ്മൾ ഒരു വിധം കേരളമൊക്കെ നിലനിന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, നമ്മുടെ GCC കൺട്രീസും എല്ലാം നല്ല രീതിക്ക് നിലനിന്ന് പോകാൻ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് തുടക്കക്കാരനാണ്.